ഓൾ വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇന്ന് നമ്മൾക്ക് സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്താണ്, സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്നും അതുമായിട്ട് ബന്ധപ്പെട്ടും സോഷ്യൽ വേൾഡ് ആൻഡ് ചിൽഡ്രൻ, ഇപ്പം ചിൽഡ്രൻ്റെ സോഷ്യൽ വേൾഡുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, പിന്നെ അതിൽ വരുന്ന ഘടകങ്ങൾ, ടീച്ചർ, പേരൻസ്, പിയേഴ്സ് എക്സെട്ര. അപ്പോൾ ആ ഒരു കാര്യമൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, എന്താണ് സോഷ്യലൈസേഷൻ? ഈ ഒരു പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോഷ്യലൈസേഷൻ refers to the lifelong process. Lifelong ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് through which individuals learn and internalize the values, norms, beliefs, customs and behaviors of their society or culture. അവിടെ എന്താ ചെയ്യുന്ന? ലൈഫ് ലോങ് ആയിട്ടും ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ലേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ഇൻറ്റേർണലൈസ് ചെയ്യുന്നു, അവരെ സ്വായത്തമാക്കിയെടുക്കുന്നു. എന്തിനെക്കുറിച്ചാണ്? അവരുടെ സൊസൈറ്റിയിലോ കൾച്ചറിലോ നിലനിൽക്കുന്ന എല്ലാത്തരം വാല്യൂസ്, നോംസ്, ബിലീഫ്സ്, കസ്റ്റംസ്, ബിഹേവിയേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു? പഠിക്കുകയും അതിനെ ഇൻറ്റേർണലൈസ് ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മളെല്ലാം ഈ ഒരു പ്രവൃത്തിയുടെ ഭാഗമാകുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഭാഗമായി തീർന്നാൽ മാത്രമേ നമുക്കൊരു സമൂഹത്തിൽ ജീവിച്ചു പോകാനായിട്ട്, അതിൽ അഡാപ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. എന്തിൻ്റേത്? നമ്മളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. ആൻഡ് ഇറ്റ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ഇൻഡിവിജ്വൽസ് ഐഡൻറ്റിറ്റി, പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഈ ഒരു കാര്യം, ഈ പറഞ്ഞ സോഷ്യലൈസേഷൻ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്നതിലും പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നതിലും സോഷ്യൽ ഇൻ്റഗ്രേഷനുമൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ള റോള് വഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ത്? സോഷ്യലൈസേഷൻ. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് അത്രയും കാര്യമാണ് അറിയേണ്ടത്. ഇനി ഈ ഒരു പ്രോസസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണല്ലേ. അപ്പോൾ അവിടെ ഒരുപാട് ഏജൻസും സ്റ്റേജുകളും വരുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഏജൻസും സ്റ്റേജസും ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഷേപ്പ് ചെയ്യുന്നതിൽ സോഷ്യലൈസേഷന് പങ്കുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്? ടു ഫങ്ഷൻ വിത്തിൻ എ ഗീവൺ സോഷ്യൽ ഗ്രൂപ്പ് അല്ലേ. നമുക്കൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകുമ്പോൾ, ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോഴത്തേക്ക് നമ്മൾ പാലിച്ചു പോകേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ അത് പാലിച്ചു പോയാൽ മാത്രമേ നമ്മൾക്ക് അവരുടെ കൂടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ? ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ പല ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷനും ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഏജൻസിനെയും സ്റ്റേജസും ഒക്കെ എന്താണ്, ഈ പല ടൈപ്പ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പഠിച്ച് പോകാം. ആദ്യത്തേതാണ് പ്രൈമറി സോഷ്യലൈസേഷൻ. ആ ഒരു പദം സൂചിപ്പിക്കുന്ന പോലെ അല്ലേ, പ്രൈമറി ആയിട്ട് നടക്കുന്ന സോഷ്യലൈസേഷൻ. ആ ഒരു രീതി എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഇനിഷ്യലായിട്ടുള്ള, ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സോഷ്യലൈസേഷൻ്റെ ഫോമാണ്. അപ്പോൾ അത് എപ്പോഴാണ് നടക്കുന്നത്? ഏർലി ചൈൽഡ്ഹുഡിലാണല്ലേ. ഏർലി ചൈൽഡ്ഹുഡിൽ എവിടെയായിരിക്കും? ഫാമിലിയുടെ അകത്ത് നിൽക്കുമ്പോൾ നടക്കുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള, ഇനിഷ്യലായിട്ടുള്ള സോഷ്യലൈസേഷനാണ് പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ അടിത്തറ പാവുകയാണല്ലേ. അപ്പോൾ അവിടെ ഒരു ഫൗണ്ടേഷനാണ്. ഇൻഡിവിജ്വൽ എങ്ങനെയാണ് അവരെക്കുറിച്ചും അതോടൊപ്പം തന്നെ എന്താണ് ആ ഒരു സൊസൈറ്റൽ നോംസ്, നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറാൻ പാടില്ല, ഇതൊക്കെ കൃത്യമായിട്ടൊരു ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ് അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ട്, ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ ചുറ്റും കാണുന്നവരെ കണ്ടാണ് പഠിക്കുന്നതും, അവരുടെ ചെയ്തികൾ അത് കണ്ട് പഠിക്കും. അതുകൊണ്ട് കുട്ടികളുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ കുട്ടികൾ ഇത് കണ്ടാണ് വളരുന്നത് എന്നുള്ള ചിന്തയോടുകൂടി പെരുമാറണമെന്ന് പലപ്പോഴും പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ടിപ്പിക്കലി ആരൊക്കെയാണ് അവിടെ വരുന്നത്? പേരൻസ് ഓർ കെയർ ഗീവേഴ്സ്. അപ്പോൾ പേരൻസ് അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ് ആയിരിക്കും കുട്ടികളെ എന്ത് ചെയ്യുന്നത്? എസെൻഷ്യൽ ആയിട്ടുള്ള ലൈഫ് സ്കില്ലുകൾ പഠിപ്പിക്കുന്നത്, ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്, കൾച്ചറൽ വാല്യൂസ് പഠിപ്പിക്കുന്നതും. അപ്പോൾ അറിഞ്ഞും അറിയാതെയും കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്
പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതെവിടെയാണ് നടക്കുന്നത്? ഫാമിലിയിലാണ് നടക്കുന്നത്. എപ്പോഴാണ് നടക്കുന്നത്? ഏർലി ചൈൽഡ്ഹുഡിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം, സെക്കൻഡറി സോഷ്യലൈസേഷൻ. സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഒക്കേഴ്സ് ത്രൂ ഔട്ട് എ പേഴ്സൺസ് ലൈഫ്. അപ്പം പിന്നീട് പ്രൈമറി കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ത്രൂ ഔട്ടായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റിംഗ് ടു സ്പെസിഫിക് സോഷ്യൽ റോൾസ്, ഗ്രൂപ്പ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഔട്ട്സൈഡ് ദ ഫാമിലി. ഫാമിലിക്ക് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് വരുന്നു. അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ആ കുട്ടി പ്രവർത്തിക്കേണ്ടി വരുന്നു, പല സോഷ്യൽ റോൾസ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നു, പല ഗ്രൂപ്പിലെയും അംഗമാകുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സോഷ്യലൈസേഷൻ, കാര്യങ്ങൾ പഠിക്കുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാം, സ്കൂൾ, പിയർ ഗ്രൂപ്പ്സ്, റിലീജിയസ് ഓർഗനൈസേഷൻ, വർക്ക് പ്ലേസ് ഒക്കെ എന്താണ്? അതിങ്ങനെ മുന്നോട്ടുള്ള യാത്രയിൽ ഓരോന്നും ഇങ്ങനെ ആഡായി വരും. അതാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ. അപ്പോൾ സെക്കൻഡറി സോഷ്യലൈസേഷൻ ആകുമ്പോഴത്തേക്ക് ദ ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് എ മോർ കോംപ്ലക്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റൽ നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻ. അതായത് നമ്മളെ പ്രൈമറി സോഷ്യലൈസേഷൻ പോലെ വളരെ സിമ്പിൾ പ്രോസസ്സ് അല്ല. അവിടെ നമ്മൾ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു കണ്ണിയായി തീർന്നു കഴിഞ്ഞു അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെയായിരിക്കും സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ എന്നൊക്കെ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ അതാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ. അടുത്തത് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ആണ്. അപ്പോൾ പ്രൈമറിയും സെക്കൻഡറിയാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. എന്നാലും ഇതുപോലെയൊക്കെ ഉള്ളത് ഓപ്ഷൻസിൽ കടന്നു വന്നു കഴിഞ്ഞാൽ എന്താണ് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് കഴിയണം. ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് അഡോപ്റ്റിംഗ് ബിഹേവിയേഴ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് എല്ലാം ശരിയെന്ന് മറ്റേതുപോലെ തന്നെ എന്താണ് പ്രത്യേകത? വിത്ത് എ റോൾ ഓർ സ്റ്റാറ്റസ് ദാറ്റ് വൺ ആൻറ്റിസിപ്പേറ്റ്സ് ഹാവിങ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്യും. ഒരു കുട്ടി ഒരു പെർട്ടിക്കുലർ പ്രൊഫഷന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ അനുസരിച്ച് ബെറ്ററായിട്ട് അലൈൻ ചെയ്ത് പോകാനായിട്ട് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തും. ഉദാഹരണം പറയാം, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം? അവർക്ക് സഹജീവികളോട് അത്രയധികം കരുണയും സ്നേഹവും അതൊക്കെ വരണമല്ലോ. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഒക്കെ വരണം. അപ്പോൾ ഒരാൾ ഡോക്ടർ ആവാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ നേഴ്സ് ആവാൻ തീരുമാനിക്കുന്നു. അപ്പോഴെന്താണ്? വളരെ സെൽഫിഷ് ആയിട്ടുള്ള ബിഹേവിയറും ഒക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവോ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പം ഓരോന്നിനും അനുസരിച്ച് മാറ്റങ്ങൾ വരണം. ഇപ്പോൾ നമുക്ക് ടീച്ചിങ് പ്രൊഫഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അവരുടെ ഒരു സ്കഫോൾഡറായിട്ടും ഗൈഡായിട്ടും ഫെസിലിറ്റേറ്ററായിട്ടും മെൻ്ററായിട്ടും ഒക്കെ ടീച്ചർ നിൽക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രൊഫഷനൊക്കെ അനുസരിച്ച് നമ്മളുടെ ഒരു സ്വഭാവം തന്നെ ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നു. അതിനെയാണ് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റോൾസോ സ്റ്റാറ്റസോ ഒക്കെ അനുസരിച്ച് നമ്മളുടെ ഒരു സോഷ്യലൈസേഷൻ രീതി. ഇപ്പോൾ ഒരു ടീച്ചർ ആരോടും മിണ്ടുന്നില്ല, ക്ലാസ്സിലുള്ള കുട്ടികളോടും മിണ്ടുന്നില്ല, അവരുടെ പേരൻസിനോടും മിണ്ടാൻ താല്പര്യമില്ല, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവുമോ? ഇല്ലല്ലോ. അപ്പം ആ ഒരു രീതി റെഡിയായി വരുന്നതിനെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫോർമൽ സോഷ്യലൈസേഷൻ. ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻഫോർമൽ സോഷ്യലൈസേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫോർമൽ സോഷ്യലൈസേഷൻ എന്ന് ഓർത്ത് വയ്ക്കാം. ഫോർമൽ സോഷ്യലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സ്ട്രക്ചേർഡ് ആൻഡ് ഡെലിബറേറ്റ്. വളരെ സ്ട്രക്ചറുള്ള, കൃത്യമായിട്ട് ഇന്ന ഉദ്ദേശങ്ങളാണുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതിയാണ്. ഫോർമൽ സെറ്റിങ്ങിൽ നടക്കുന്ന സോഷ്യലൈസേഷനാണ് ഫോർമൽ സോഷ്യലൈസേഷൻ. നോക്കാം, ഇറ്റ് ടേക്സ് പ്ലേസ് വിത്തിൻ സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഉദാഹരണം പറയാം, സ്കൂൾ തന്നെ എടുക്കാം. വെയർ ഇൻഡിവിജ്വൽസ് are systematically taught in a curriculum and set of norms of values. അപ്പോൾ നോക്കിക്കേ, ഒരു സ്കൂളിലോട്ട് പോകുന്നു. അപ്പോൾ കുട്ടി വന്നിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും പഠിക്കട്ടെ, ആ ഒരു രീതിയിലാണോ? എങ്ങനെയെങ്കിലും സോഷ്യലൈസ് ചെയ്യട്ടെ, അങ്ങനെയാണോ? അല്ല. കൃത്യമായിട്ടൊരു കരിക്കുലത്തിലൂടെ, സെറ്റ് ഓഫ് നോംസ് ആൻഡ് വാല്യൂസിലൂടെ കുട്ടികളെ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. നമ്മളിപ്പോൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് സ്കൂൾ യൂണിഫോം ധരിക്കാൻ പറയുന്നു. അതൊക്കെ എന്താണ്? കൃത്യമായിട്ട് കൃത്യസമയത്ത് സ്കൂളിലെത്താൻ പറയുന്നു. ഡിസിപ്ലിനും പഞ്ച്വാലിറ്റിയും ഒക്കെ എന്ത് ചെയ്യുന്നു? കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടൊരു ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് കൂടി കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്യുന്നു. അതാണ് ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ.
ഇൻഫോർമൽ സോഷ്യലൈസേഷൻ നമുക്ക് ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കേ, ടേക്സ് പ്ലേസ് ത്രൂ കാഷ്വൽ ഇൻ്ററാക്ഷൻ, ഒബ്സർവേഷൻസ് ആൻഡ് എവറിഡേ എക്സ്പീരിയൻസ്. അവിടെ കൃത്യമായിട്ട് ഇങ്ങനെ പോകണം, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം ഇത്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം ഇത്, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഓർഡർലി പോക്കൊന്നും ഇവിടെ ഇല്ല. കാഷ്വലായിട്ട് നടക്കുന്ന ഇൻട്രാക്ഷനിലൂടെയും ഒബ്സർവേഷനിലൂടെയും എവറിഡേ എക്സ്പീരിയൻസിലൂടെയും കൂടെ കുട്ടി എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു. അവിടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല, ഫോർമൽ ടീച്ചിങ് ഇല്ല, ഇതൊന്നും ഇല്ലാതെ അല്ലാതെ തന്നെ പഠിക്കുന്ന രീതിയാണ് നമ്മൾ ഇൻഫോർമൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ബ്രോഡർ കമ്മ്യൂണിറ്റി ആയിട്ടും ഒക്കെ ഒന്ന് ഇടപഴകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നടക്കുന്ന ആ ഒരു സോഷ്യലൈസേഷനാണ് ഇൻഫോർമൽ സോഷ്യലൈസേഷൻ. അടുത്തത് പിയർ സോഷ്യലൈസേഷൻ. പേരിൽ തന്നെ ഉണ്ട് പിയർ ഗ്രൂപ്പ്സ്. പിയർ ഗ്രൂപ്പിൽ നിന്ന്, പിയേഴ്സിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നു, സോഷ്യലൈസ് ചെയ്യുന്നു, അതിനെയാണ് പിയർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓർക്കുക, ഇത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ് ഏതാണെന്ന് മുമ്പും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള കുട്ടികളെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ അറിയാം ഏതൊരു ഏജിലുള്ളവരായിരിക്കും കൂടുതലായിട്ടും ആ ഒരു ഏജിൽ ആ ഒരു ഗ്രൂപ്പിൽ ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. ഒബ്വിയസ്ലി അതാരായിരിക്കും? അഡോളസൻസ് ആയിരിക്കും, അല്ലെ ടീനേജിലുള്ളവരായിരിക്കും. ആ ഒരു കാര്യം ഇവിടെ ഓർത്ത് വെക്കുക. അടുത്തതാണ് മാസ് മീഡിയ ആൻഡ് ടെക്നോളജിക്കൽ സോഷ്യലൈസേഷൻ. നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ മനുഷ്യൻ്റെ ജീവിത രീതികളിലും സ്വഭാവ രീതികളിലും സോഷ്യലൈസേഷൻ രീതികളിലും മാറ്റം വന്നു. അപ്പം മാറിയ കാലത്തിനനുസരിച്ച് വന്ന ഒരു സംഗതിയാണ് മാസ് മീഡിയ ആൻഡ് ടെക്നോളജിക്കൽ സോഷ്യലൈസേഷൻ. TV, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ, വീഡിയോ ഗെയിംസ്, എന്തോ ആവട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യലൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാകുന്നുണ്ട്. അടുത്തത് ഒക്കുപേഷണൽ സോഷ്യലൈസേഷൻ ആണ്. വളരെ സിമ്പിളാണ്. സ്കിൽസ്, നോംസ് ആൻഡ് വാല്യൂസ് അസോസിയേറ്റ് വിത്ത് പ്രൊഫഷൻ ഓർ ഒക്കുപേഷനെയാണ് നമ്മൾ ഒക്കുപേഷണൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിസിപ്പേറ്ററി അല്ല, മുൻകൂട്ടി കൊണ്ടുവരുന്നതല്ല. നമ്മളിപ്പോൾ ഒരു ജോലിയിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എന്ന് ഞാൻ 10 മണിക്ക് എണീക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് രാവിലെ 9 മണിക്ക് ഓഫീസിലെത്താൻ പറ്റില്ല എന്നെനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഒരു സിസ്റ്റമായിട്ട് ഞാൻ ഒത്തുപോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? രാവിലെ നേരത്തെ എണ്ണീറ്റ് 9 മണിക്ക് ഓഫീസിലെത്തിയേ പറ്റൂ. അപ്പോൾ അതൊക്കെയാണ് ഒക്കുപേഷണൽ സോഷ്യലൈസേഷൻ. അടുത്ത നോക്കിക്കേ, കൾച്ചറൽ സോഷ്യലൈസേഷൻ. നമ്മളൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് കൾച്ചറൽ പ്രാക്ടീസ് ആവട്ടെ, ട്രഡീഷൻ ആവട്ടെ, വാല്യൂസ് ആവട്ടെ, അതൊക്കെ എന്താണ്? നമ്മുടെ എത്നിക്കൽ ആയിട്ടുള്ള, നമ്മുടെ ഒരു എത്നിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാവട്ടെ, നമ്മുടെ റേസുമായിട്ട് ബന്ധപ്പെട്ടാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, അതുമായിട്ടൊക്കെ നമ്മൾ ചേർന്ന് പോകുന്ന, ഒത്തുപോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൾച്ചറൽ സോഷ്യലൈസേഷൻ. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആക്കി പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ പല കാര്യങ്ങളും മിക്സ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയല്ലേ? ഫോർമൽ സോഷ്യലൈസേഷന് വേണ്ടി സ്കൂളിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് ആ കൂട്ടത്തിലായിരിക്കും പിയർ സോഷ്യലൈസേഷൻ നടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കണക്ഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ, ഈ പറഞ്ഞ ടൈപ്പുകളെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് വേർതിരിച്ച് വെക്കാനൊന്നും സാധിക്കില്ല. ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റിന്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം കൂടെ ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ സോഷ്യൽ ഐഡൻറ്റിറ്റിയും സോഷ്യലി ആ വ്യക്തി എങ്ങനെയാണെന്നുള്ള ഐഡൻറ്റിറ്റിയും അതോടൊപ്പം ആ ഒരു വ്യക്തിയുടെ റോളും അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഡെവലപ്മെൻറ്റിന് ഈ പറഞ്ഞ പല വിധത്തിലുള്ള സോഷ്യലൈസേഷൻ ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ട്, ഇൻ്റർലിങ്ക് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ സ്പെസിഫിക് ഫോംസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷൻ പലപ്പോഴും എന്ത് ചെയ്യാം? മാറാം, അല്ലേ? അപ്പോൾ നമ്മുടെ സാഹചര്യം അനുസരിച്ചുകൊണ്ട്, കൾച്ചറൽ, സോഷ്യൽ, ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഒക്കെ അനുസരിച്ചുകൊണ്ട് ഇതെല്ലാ വ്യക്തികളിലും ഒരുപോലെ ആപത്തില്ല, മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ അവിടെ ഓർത്ത് വെക്കും. അപ്പം നമുക്കറിയാം പല ഫാക്ടേഴ്സ്, നമ്മളിപ്പോൾ പറഞ്ഞു പല ഫാക്ടേഴ്സ് ഉണ്ട്, പല ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഇൻഡിവിജ്വൽസ് ലോകത്തെ മനസ്സിലാക്കുന്നതും ഇൻ്ററാക്ട് ചെയ്യുന്നതും എന്നൊക്കെ തീരുമാനിക്കുന്ന, ഷേപ്പ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സും കൂടെ നമുക്ക് നോക്കാം. ഒന്ന് ഫാമിലിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോർമൽ സോഷ്യലൈസേഷൻ പറഞ്ഞ സമയത്ത്, ഇൻഫോർമൽ സോഷ്യലൈസേഷൻ പറഞ്ഞ സമയത്ത് ഒക്കെ പല ടേംസ് നമ്മൾ കടന്നു പോയതാണ്. അപ്പോൾ അത് നമ്മൾ
ടൈപ്പാണ് പറഞ്ഞത്. ഇനി നമ്മൾ അതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് പ്രത്യേകം അത് ആ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്ത്, അതായത് തിരിഞ്ഞു പോകാതെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത്, ഈ പറഞ്ഞ പ്രൈമറി സോഷ്യലൈസേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഏജൻ്റ് ആണല്ലേ, ഫസ്റ്റ് ആയിട്ടുള്ള ഏജൻറ്റ് തന്നെയാണ് ഫാമിലി. അതോടൊപ്പം വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബേസ് ആണല്ലേ, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയധികം ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്, ഫാമിലിക്കുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് അവിടെ വരുന്നത്, പേരൻസും കെയർ ഗീവേഴ്സും ആണ്. ഈ പറഞ്ഞ വാല്യൂസ് ആവട്ടെ, നോംസ് ആവട്ടെ, ബിഹേവിയേഴ്സ് ആവട്ടെ, ഇതൊക്കെ എന്താണ് കുട്ടികൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫാമിലി ഡൈനാമിക്സും പേരൻറ്റിങ് സ്റ്റൈലും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഫാമിലി ഒക്കെ തീർച്ചയായിട്ടും ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഏർലി സോഷ്യലൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പം നമുക്കറിയാം വളരെ ഹാപ്പി ആയിട്ടുള്ള പേരൻസ് ഉള്ള അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ് ഉള്ള ഫാമിലിയിലാണെങ്കിൽ കുട്ടിയുടെ ഒരു സോഷ്യലൈസേഷൻ സ്റ്റേജ് വളരെ ഈസി ആയിട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് നടക്കും. പകരം നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് അടുത്ത ഏതാണെന്ന് നോക്കാം. അടുത്ത ആ ഒരു ഏജൻറ്റ് നോക്കാം, പിയർ ഗ്രൂപ്പ്. പിയർ ഗ്രൂപ്പ് എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അങ്ങനെയൊക്കെ ചോദ്യം വരാം കേട്ടോ. പിയർ ഗ്രൂപ്പ് ഏത് സോഷ്യലൈസേഷൻ്റെ ഭാഗമാണ്, പിയർ ഗ്രൂപ്പ് സെക്കൻഡറി സോഷ്യലൈസേഷനിലാണ് ആര് വരുന്നത്, പിയർ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ കുട്ടികളെ വളരുന്നതനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു, അവർ പിയേഴ്സുമായിട്ട് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിയർ ഗ്രൂപ്പ്സിന് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമ്മുടെ വാല്യൂസ് ആൻഡ് നോംസിന് ചില സമയത്ത് എന്താണ് റീഎൻഫോഴ്സ് ചെയ്യാനും ചില സമയത്ത് ചലഞ്ച് ചെയ്യാനുമായിട്ടും, അത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ച ചില കാര്യങ്ങളൊക്കെ എന്താണ് അതിനെ ഊട്ടി ഉറപ്പിക്കാനൊക്കെ ആയിട്ട് ഈ പിയർ ഗ്രൂപ്പ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ആ കാര്യങ്ങളൊക്കെ ചലഞ്ച് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹെൽപ്പല്ല, ചലഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം നോക്കിക്ക് എപ്പോഴും ഹെൽപ്പ് ആവണമെന്നില്ല, ചില സമയത്ത് എന്ത് ചെയ്യുന്നത് അഡ്വേഴ്സ് ആയിട്ടും വന്നേക്കാം. അതൊക്കെ സാഹചര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിയർ പ്രഷർ ചില സമയത്ത് എന്താണ് പിയർ പ്രഷർ ഉണ്ടാവാം. പിയർ ഗ്രൂപ്പ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അതുപോലെ തന്നെ ഞാനും ബിഹേവ് ചെയ്യണം എന്നുള്ള ആ ഒരു പ്രശ്നം കൊതിച്ച് വരുമ്പോഴാണ് നമ്മളതിന് പിയർ പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ ഗ്രൂപ്പിലെ ഡൈനാമിക്സും ഒക്കെ എന്താണ് പലപ്പോഴും അഡോളസെൻ്റ് സോഷ്യലൈസേഷൻ്റെ നമ്മൾ പിയർ ഗ്രൂപ്പ് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അഡോളസെൻ്റ് ഏജിൽ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികം കൂടുതലായിരിക്കുമെന്ന് പറയുന്നത്. അടുത്ത ഒരു ഏജൻ്റാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ഭാഗമായിട്ട് വരും, ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. സ്കൂൾസ് ആവട്ടെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, കുട്ടികൾക്ക് സ്ട്രക്ചേർഡ് എൻവയോൺമെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ കുട്ടികളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുറേ അക്കാഡമിക് സബ്ജക്റ്റുകൾ മാത്രം പഠിക്കുകയല്ല, പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ഒരുപാട് സോഷ്യൽ നോംസ് ആവട്ടെ, വാല്യൂസ് ആവട്ടെ, ഇതൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞതാണ് നമ്മളിപ്പം ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യം, അതൊക്കെ എന്താണ് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് അക്കാഡമിക് സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ യൂണിഫോം കറക്റ്റായിട്ട് ധരിക്കുക, കറക്റ്റ് സമയത്ത് സ്കൂളിലെത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്ത് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ആരൊക്കെ വരും, ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും കരിക്കുലവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ സോഷ്യലൈസേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്ന് ഓർത്ത് വെക്കാം. അടുത്തത് മീഡിയ ആൻഡ് ടെക്നോളജി. നമുക്കറിയാം മീഡിയയും ടെക്നോളജിയും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് വഹിക്കുന്നുണ്ടല്ലേ. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാസ് മീഡിയ എന്ന് വെച്ചാൽ എന്താണ്, ഒരേ സമയം ഒരേ മെസ്സേജ് ഒരുപാട് പേർക്ക് ഒന്നിച്ചെത്തിക്കുന്നതാണ് നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്നത്. ടി വി, ന്യൂസ് പേപ്പർ, ഇൻ്റർനെറ്റ് ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണല്ലേ. അപ്പോൾ ടെലിവിഷൻ ആവട്ടെ, മൂവീസ് ആവട്ടെ, ഇൻ്റർനെറ്റ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മാസ് മീഡിയ ആവട്ടെ, തീർച്ചയായിട്ടും നമ്മളുടെ പെർസെപ്ഷൻസിനെയും വാല്യൂസിനെയും ബിഹേവിയേഴ്സിനെയും ഒക്കെ ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ നരേറ്റീവ്സ് അത് നമ്മൾക്ക് നമ്മുടെ മുന്നിലേക്ക് അവർ തരികയാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ഇലക്ഷൻ നടക്കുകയാണെന്ന് വെച്ചു, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ നമുക്ക് എന്തോ തോന്നും, നമ്മളുടെ ബിലീഫ്സിലൊക്കെ ചേഞ്ചുകൾ തോന്നിയേക്കാം. അത്ര തരത്തിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ത് ഈ പറയുന്ന ടെലിവിഷനും മൂവിയും ഇൻ്റർനെറ്റും ഒക്കെ. ഒരു ഉദാഹരണം പറയും, ഇപ്പം മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു മൂവി വരുന്നു. ഒരുപക്ഷെ ആ ഒരു മൂവി കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആളിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ അതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന സോഷ്യലൈസേഷൻ പ്രോസസ്സാണ്.
പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. മാസ് മീഡിയ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ മീഡിയ. നമ്മുടെ ഒരു സോഷ്യലൈസേഷനിൽ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഒപ്പീനിയൻസ് പറയുന്നത്, നമ്മുടെ ഐഡൻറ്റിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നതൊക്കെ സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആ ഒരു കാര്യവും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നെന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത റിലീജിയൻ ആൻഡ് ബിലീഫ് സിസ്റ്റം. അപ്പോൾ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതേപോലെ തന്നെ എന്താണ്, അവിടെ നടത്തുന്ന പ്രാക്ടീസസും ബിലീഫ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ വാല്യൂസ് ഷേപ്പ് ചെയ്യുന്നതിൽ, മോറൽ ഫ്രെയിം വർക്ക് ഷേപ്പ് ചെയ്യുന്നതിൽ, സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഷേപ്പ് ചെയ്യുന്നതിലൊക്കെ ആ ഒരു പങ്ക് വഹിക്കുന്നതാണ്. പിന്നെ നമ്മളിവിടെ അറിയേണ്ട കാര്യം സെക്യുലാർ ബിലീഫ് സിസ്റ്റമാണ് അല്ലേ. ഇന്ത്യ ഒരു സെക്യുലാർ രാഷ്ട്രമാണ്, മതേതരത്വ രാഷ്ട്രമാണ്. നമുക്ക് മതം ഫോളോ ചെയ്യാനും ഫോളോ ചെയ്യാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. അപ്പോൾ നോൺ റിലീജിയസ് ബിലീഫ് സിസ്റ്റവും ഫിലോസഫീസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് മാറണമെങ്കിൽ ഒരു പർട്ടിക്കുലർ റിലീജിയനിൽ വിശ്വസിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കാതെ ഇരിക്കാം. അപ്പോൾ അത് രണ്ട് ഘടകങ്ങളും എന്ത് ചെയ്യും, നമ്മളുടെ ആ ഒരു സോഷ്യലൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അവരൊക്കെ ഏജൻസ് ആണ്. അടുത്ത നോക്കാം കൾച്ചർ ആൻഡ് സൊസൈറ്റി, കൾച്ചറൽ നോംസ്. നമുക്ക് കുറച്ചും കൂടെ ബ്രോഡറായിട്ട് പറഞ്ഞൊരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സൊസൈറ്റൽ നോംസ്, ട്രഡീഷൻസ്, കസ്റ്റംസ്, ഇതൊക്കെ ഒരു വ്യക്തി എങ്ങനെയാണ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് അതിനെ അഡാപ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് കൾച്ചറൽ നോംസ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മളുടേതല്ല, നമ്മുടെ മാത്രമല്ല, മൊത്തത്തിലുള്ളതല്ലേ, മൊത്തത്തിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഉദാഹരണം പറയാം, ഗവൺമെൻറ്, ലീഗൽ സിസ്റ്റം, എക്കണോമി, ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളും നമ്മുടെ സോഷ്യലൈസേഷനിൽ പങ്കുവഹിക്കുന്നുണ്ട്. എക്കണോമി സോഷ്യലൈസേഷനിൽ പങ്കുവഹിക്കുന്ന ഒരു ഫാക്ടറാണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് അല്ലെന്ന് തോന്നും. പക്ഷേ ഉത്തരം തെറ്റാണ്. എക്കണോമിയും ഒരു ഫാക്ടറാണ് അല്ലേ. അപ്പം നമുക്ക് റൂൾസ് ആൻഡ് സ്ട്രക്ചേഴ്സ്, നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന റൂൾസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഗവൺമെൻറ്റിനും ലീഗൽ സിസ്റ്റത്തിനും എക്കണോമിക്കും ഒക്കെ പങ്കുണ്ട്. ഇപ്പം നമ്മൾ എക്കണോമിയുടെ കാര്യം പറയാം. നമുക്കൊരു 1000 രൂപയുടെ നോട്ട് നിരോധിച്ചു, പക്ഷേ എനിക്ക് സൗകര്യമില്ല 1000 രൂപയുടെ ആ ഒരു പഴയ നോട്ട് ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഞാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ് അല്ല. അപ്പം നമ്മൾ ആ ഒരു സമൂഹമായിട്ട് അഡാപ്റ്റ് ചെയ്യണം. നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നിയമപ്രകാരം വന്നു കഴിഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അവിടേക്കാണ് ഈ എക്കണോമിയൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാനായിട്ട്, ലോജിക്കലി ചിന്തിക്കാനായിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ ശ്രമിക്കണം. അടുത്തതാണ് എക്കണോമിക് ഫാക്ടേഴ്സ്. പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഓരോ വ്യക്തിയുടെയും സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു റിസോഴ്സസിനുള്ള ഒരു അവൈലബിലിറ്റി, റിസോഴ്സസ് ആവട്ടെ, ഓപ്പർച്യൂണിറ്റി ആവട്ടെ, എക്സ്പീരിയൻസ് ആവട്ടെ, ഇതിനൊക്കെ ഒരു അവൈലബിലിറ്റിക്ക് ആ ഒരു ആക്സസിന് കാരണമാകുന്നുണ്ട്. എന്താണ്, ഓരോ വ്യക്തിയുടെയും സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസും. അപ്പം ഫൈനലി നമുക്ക് എന്താണ്, ഇതെല്ലാം എന്തിലേക്കാണ് പോകുന്നത്, സോഷ്യലൈസേഷൻ പ്രോസസ്സിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് ഓർത്ത് വെക്കാം. അടുത്തത് ജോഗ്രഫി ആൻഡ് എൻവയോൺമെൻ്റ് ആണ്. ജോഗ്രഫി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, തീർച്ചയായിട്ടും ഓരോ ഇൻഡിവിജ്വലും എവിടെയാണ് വളരുന്നത് അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കിട്ടുന്ന കൾച്ചറൽ എക്സ്പോഷർ ആവട്ടെ, വാല്യൂസ് ആവട്ടെ, അവരുടെ ആക്സെൻ്റ് ആവട്ടെ, ഡയലക്റ്റ് ആവട്ടെ, സംസാര രീതി, ആ ഒരു ശൈലിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയലക്റ്റ് എന്ന് പറയുന്നത്. അവർ പറയുന്ന ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സെൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് സംസാരിക്കാറുള്ളത് അല്ലേ. നമുക്ക് കേരളത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ 6 മലയാളിക്ക് 100 മലയാളം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു ജോഗ്രഫിക്കൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സംസാര രീതി വ്യത്യാസമുണ്ടല്ലേ. ടി വിയിലാണെങ്കിൽ നമുക്കൊരു കണ്ണൻ ദേവൻ്റെയോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പരസ്യം കേൾക്കാം. അപ്പോൾ അവിടെ ആ പരസ്യത്തിൽ എന്താണ്, പല സ്ഥലത്തുള്ള ആളുകൾ ഇപ്പോൾ ഒരു വാക്കുകൊണ്ട് പല അർത്ഥങ്ങൾ വിചാരിക്കുന്ന ഒരു പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ജോഗ്രഫിക്കൽ എൻവയോൺമെൻ്റ് ആണ് അവിടെ വരുന്ന ആ ഒരു ഘടകം. അടുത്തത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയുടെ വാല്യൂസ്, ബിലീഫ്സ്, ബിഹേവിയർ ഓഫ് ജനറേഷനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോമൺവെൽത്ത് രാഷ്ട്രമാണെന്ന് നമുക്കറിയാം. പണ്ട് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ സംഭവം ഉണ്ടായിരുന്നത് കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ടെക്നോളജി ആൻഡ് ഗ്ലോബലൈസേഷൻ.
കമ്മ്യൂണിക്കേഷൻ. അത് നമുക്കെന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ്. ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു അഡ്വാൻസ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന അഡ്വാൻസ്മെൻറ്റ്, ഇതൊക്കെ എന്തിനു സഹായിച്ചു? ആളുകളുടെ ഇൻ്ററാക്ഷൻ അല്ലേ. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് കൾച്ചേഴ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ അവർക്കൊരു വേർതിരിവ് ഇല്ല. അതായത് ലോകം തന്നെ ഒരു ആഗോള ഗ്രാമമായിട്ട് ചുരുങ്ങിയ നമ്മളെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഷ്യലൈസേഷനിൽ ചേഞ്ച് വന്നു. നമുക്ക് ലോകത്ത് എവിടെ ഇരിക്കുന്ന ആളോടും തത്സമയം സംസാരിക്കാനായിട്ടുള്ള, തത്സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടെക്നോളജീസൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ കുറേ വർഷങ്ങൾ മുമ്പൊന്ന് ചിന്തിച്ച് നോക്കി, അങ്ങനെ അല്ലായിരുന്നു അല്ലേ. അപ്പോൾ ഒരാൾ ദൂരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കത്ത് അയച്ചാൽ കുറേ ദിവസം കഴിഞ്ഞായിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇവിടുന്ന് ഒരു മറുപടി അയച്ചാൽ കുറേ കഴിഞ്ഞായിരിക്കും ഇവിടെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോഴൊന്നും ആ ഒരു പ്രശ്നമില്ല. ജസ്റ്റ് നമുക്ക് എന്താണ് ഒരു സെക്കൻഡിൽ തന്നെ, നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോകം മുഴുവനും കണക്ട് ചെയ്യാൻ കഴിയുന്ന ആ ഒരു അത്ര ടെക്നോളജീസ് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ടെക്നോളജി ആൻഡ് ഗ്ലോബലൈസേഷനാണ് അവിടെ വരുന്നത്. ഇനി പേഴ്സണൽ എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും പേഴ്സണൽ എക്സ്പീരിയൻസിലും അതിൽ പങ്കുണ്ട്. നമ്മളിപ്പോൾ പറയാം, നമുക്കിപ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെയധികം സക്സസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്, എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ വ്യക്തിയുടെ വാല്യൂസ്, ബിലീഫ് ആൻഡ് ഐഡൻറ്റിറ്റി ഒക്കെ ഷേപ്പ് ചെയ്യുന്നതിൽ പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്ത ജെൻഡർ ആൻഡ് സോഷ്യൽ റോൾസ്. നമുക്ക് ഈ ഒരു പോയിന്റ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം തോന്നും. കാരണം സോഷ്യലൈസേഷനിൽ ജെൻഡർ നോംസ് ഒക്കെ വരാറുണ്ട്, തീർച്ചയായിട്ടും വരാറുണ്ട്. സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻ, ജെൻഡർ റോൾസിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, സ്റ്റീരിയോ ടൈപ്പുകളുണ്ട്, മുൻധാരണകളുണ്ട്. ഇതൊന്നും പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഓരോ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയും പിന്നെ അവരുടെ ജെൻഡറുമായിട്ടുള്ള റിലേഷനെയൊക്കെ തീരുമാനിക്കുന്നതിൽ പ്രധാന ഘടകമാണ്. അപ്പോൾ ആ കാര്യം കൂടെ അവിടെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് സോഷ്യൽ റോൾസ് ആണ്. സോഷ്യൽ റോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ സൊസൈറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ ഒരു സോഷ്യൽ റോളുണ്ട്. ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ എതിർക്കുമ്പോഴത്തേക്ക് ആ ഒരു എതിർപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടും ഒരു പബ്ലിക്കിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ള KSRTC ബസ് അതിനൊന്ന് കല്ലെറിഞ്ഞ് തകർത്തേക്കാം എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്, നമ്മുടെ സോഷ്യലൈസേഷൻ്റെ പ്രോബ്ലം ആണ്. അപ്പോൾ നോക്കിക്കേ, നമുക്കൊരു റോളുണ്ടല്ലേ. നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ഭാഗമാണ് ഈ പറഞ്ഞ പബ്ലിക് പ്രോപ്പർട്ടി ഒന്നും നശിപ്പിക്കില്ലെന്ന് പറയാം. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സമരം കണ്ടാൽ അപ്പം തന്നെ എന്ത് ചെയ്യും? KSRTC ബസ്സിന് കല്ലെറിയും. അപ്പം നോക്കിക്കേ, ആ ഒരു കാര്യം നമ്മളോട് ഓർക്കണം, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? സോഷ്യൽ റോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ആ ഒരു പോയിന്റും കൂടാണ് നമുക്കവിടെ ഓർക്കാനായിട്ട് ഉള്ളത്. അപ്പം നമ്മൾ ഓർത്ത് വെക്കുക, ഇത്തരം ഫാക്ടേഴ്സ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആക്കി നിർത്താനേ പറ്റില്ല. ഒരുപാട് ഫാക്ടേഴ്സ് പറഞ്ഞു, ഒരുപാട് അതേപോലെ ഏജൻസീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതിനെയൊന്നും നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. എല്ലാം തമ്മിൽ എന്താണ്? ഇൻട്രാക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു യൂണിക്കായിട്ടുള്ള ആ ഒരു സോഷ്യലൈസേഷൻ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതല്ലേ. അപ്പം നമുക്കിവിടെ അറിയണം റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഫാക്ടേഴ്സ് പലപ്പോഴും കൾച്ചർ അനുസരിച്ചുകൊണ്ട്, റീജിയൻ അനുസരിച്ചുകൊണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചുകൊണ്ട് മാറിയേക്കാം. അപ്പം നമ്മൾ ഇതൊക്കെ എന്താ ജനറലായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളനുസരിച്ചുകൊണ്ട് എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുക, ഓരോ വ്യക്തികളനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കണം. അപ്പോൾ ഈ കാര്യമൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത് എറിക് എറിക്സണുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്